Hello, good morning. This is your Afsi. Welcome to Afsi's World. രാവിലെ എണീറ്റാൽ എനിക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ചായ വെക്കലാണ് കേട്ടോ. അത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് ജസ്റ്റ് ഫ്രഷ് ആയിക്കഴിഞ്ഞാൽ ആദ്യം കിച്ചണിൽ വന്നിട്ട് ചായ വെക്കണം. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും. പക്ഷേ എൻ്റെ കാര്യമാണല്ലോ, അത് ഞാൻ പറയണമല്ലോ. ഈ ചായ വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ രാവിലത്തേക്ക് എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ചെയ്യുന്നത് തന്നെ. അധിക ദിവസം പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നുമല്ല ഞാനൊന്നും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം പ്രീ പ്ലാൻഡ് ആണ് ഗൈസ്. ഇന്നലെ തന്നെ ഞാൻ ബാറ്ററൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിട്ട കേസാണ്, ഈ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ റെഡിമെയ്ഡ് വാങ്ങിയിട്ടാണ് ഇതൊക്കെ പയറ്റാറുള്ളത്. ഇപ്പം എന്തോ നല്ല മൂഡായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പയറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല. യൂട്യൂബിലുള്ള നമ്മളുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഷാൻജിയോ ചേട്ടനുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ആ ചേട്ടനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും. ചേട്ടൻ എന്ത് കാര്യം പറഞ്ഞാലും അത് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാതെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്താൽ ഇത് പക്കായിട്ട് കിട്ടും കേട്ടോ. ഇതെന്നല്ല, ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു റെസിപ്പി ആണെങ്കിലും അത് പക്കായിരിക്കും. നമ്മളായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്നും എടുത്തിടാഞ്ഞാൽ മതി, എന്നാൽ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിതൊക്കെ പണ്ടേ വിട്ട കേസാണ്, ഈ ബാറ്ററി ഉണ്ടാക്കലൊക്കെ. കുറേ പയറ്റി നോക്കിയതാണ്. പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാനിതങ്ങ് ഒഴിവാക്കിയതാണ്. ഇവിടെ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ഉണ്ടാക്കലാണ് സാധാരണയായിട്ട്. അതാണ് നമുക്ക് എളുപ്പവും. വെറുതെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി, അതായത് കുതിർത്ത് വെക്കണം, പിന്നെ ഈവനിങ് ആകുമ്പോൾ അത് അടിച്ചെടുക്കണം, പിറ്റേന്ന് രാവിലെ എണീറ്റ് വരുമ്പം അയ്യോ അത് പൊങ്ങി വന്നിട്ടുണ്ടാവോ എന്നുള്ള ടെൻഷനൊക്കെ ആയിരിക്കും. ഈ റെഡിമെയ്ഡ് വാങ്ങിയിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, റിസ്ക് ഒന്നുമില്ല. പക്ഷേ ഇത് റിസൾട്ട് ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതാണ് കേട്ടോ. കറക്റ്റ് റിസൾട്ട് ഉണ്ടായപ്പം അതിൻ്റെതായൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്തോ വലിയ കാര്യം ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ്, അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ബാറ്ററൊക്കെ ഉണ്ടാക്കിയ കാര്യം ഇപ്പോൾ ഇത്ര വലിയ സംഭവമാക്കി പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. കുക്കിംഗ് പഠിച്ചു വരുന്ന ഏതൊരാൾക്കും ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഇഡ്ഡലി, ദോശ, നൂൽപുട്ട്, നമ്മളുടെ ഇടിയപ്പല്ലേ, അതിനാണ് ഞാൻ നൂൽപുട്ട് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ കുറേ കാലം അതൊന്നും കഴിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇഡ്ഡലീൻ്റെ ബാറ്ററൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അത് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മീഷോന്ന് ഞാനൊരു ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അത് വെച്ച് നമുക്കൊന്ന് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി നോക്കണം. സക്സസ് ആവുമോയെന്നൊന്നും അറിയില്ല. സാധാരണ ഇവിടെ ഇതിന് മുന്നേ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടായിരുന്നു, അതെന്തോ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് മുന്നേ ഹോസ്റ്റലിലും എൻ്റെ വീട്ടിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നെന്ന്. ആ ടൈമിൽ ഇവിടെ നിന്ന് എപ്പോഴോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഒന്ന് ഡീപ്പായിട്ടൊന്ന് തപ്പി നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാൻ അതിന് നിന്നില്ല. ഞാൻ മീഷോന്ന് ഒന്ന് സ്വന്തമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വെച്ചൊന്ന് പയറ്റി നോക്കണം. നമ്മളുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഏലക്കായിട്ട ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതവിടെ ആയിക്കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സുഖമാണ് കേട്ടോ. ചിലപ്പോൾ ഞാനിത് ഈ ജോലിക്കിടെ ഇങ്ങനെ ജസ്റ്റ് ഓരോ സിപ്പ് ഇങ്ങനെ അടിക്കും കേട്ടോ, കട്ടൻ ചായ. ഇപ്പം എന്തോ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കിങ്ങനെ എത്ര ഫുഡ് കഴിച്ചിട്ടും മതിയാവുന്നില്ല. പെട്ടെന്ന് വിശക്കാന്ന്. ഇതെന്തോ രോഗമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വെയിറ്റും കൂടി വരുന്നുണ്ട്. ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ റിസൾട്ട് എൻ്റെ ബോഡിയിൽ കാണാനുമുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എന്നെ ഒന്ന് പിടിച്ച് കെട്ടിയിട്ടേ മതിയാവൂ. ഡയറ്റൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്രത്തോളം അത് സക്സസ് ആവുമെന്നറിയില്ല. ഡയറ്റാണെങ്കിലും ചിലപ്പോൾ ഞാൻ മോർണിംഗ് വാക്കിനൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആണെങ്കിലും ഒരാഴ്ച കഷ്ടിച്ച്, പിന്നെ എല്ലാം തലകുത്തനെയായിരിക്കും. പോകുന്നിടത്തോളം പോട്ടെ, എന്നാലും എല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് എനിക്ക്. ഞാനിതവിടെ ഇഡ്ഡലിക്ക് ബാറ്റർ ഒഴിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ ജസ്റ്റ് ഓയിലൊന്ന് നമ്മൾ തടവി കൊടുക്കുന്നത് നല്ലതാണ്. അതിവിടെ ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ ബാറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവിയിലേക്ക്. അവിടെ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വരാൻ വേണ്ടിയിട്ട്.
വെള്ളം ചൂടായി വരുമ്പോൾ നമ്മളിത് അതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ച് അടച്ച് വെക്കണം. ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ എന്താ ഇത്രയുമായിട്ടും പഠിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ, എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. എൻ്റെ ഉമ്മക്ക് വലിയ തോതിൽ കുക്കിംഗ് ഒന്നും അറിയില്ല. അറിയാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അതായത് വീട്ടിലിങ്ങനെ ഉമ്മനെ സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഉപ്പൻ്റെ ഏട്ടന്മാരുടെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഇടയിലായതുകൊണ്ട് കുറച്ച് ഒരു കള്ളപ്പണിയിൽ അങ്ങനെ ജീവിച്ച് പോയ ആളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും പരീക്ഷിച്ച് നോക്കേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ അറിയാം, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പയറ്റി ജീവിച്ച് പോന്ന ആളാണ്. അതിൽ ഈ ബാറ്റർ, ഇഡ്ഡലി, ദോശ, പിന്നെ വെള്ളയപ്പം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ഉപ്പൻ്റെ ഏട്ടൻ്റെ വൈഫൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കും, അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലാണെങ്കിലും അവിടെ സ്ഥിരമായിട്ട് പത്തിരിയാണ് അവിടുത്തെ മെയിൻ. ദോശ, ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറേ ഇല്ല. വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാറുണ്ട്. എന്നാലും അങ്ങനെ ചേഞ്ചിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം അവിടെ പത്തിരി ഉണ്ടാക്കണം. ഇഡ്ഡലി ദോശയൊക്കെ റെയറായിട്ടേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ആ ടൈമിലും എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കിച്ചണിൽ കയറാനും കിച്ചൺ ഭരിക്കാനും ഒക്കെ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമൊക്കെ ആയി. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പയറ്റി നോക്കുന്ന സമയത്ത് ഈ ബാറ്ററൊക്കെ പയറ്റി നോക്കിയതാണ്. പക്ഷേ ഇതെന്നെക്കൊണ്ട് പറ്റുന്ന കേസല്ല എന്ന് തോന്നിയ നിമിഷം ഞാനിതങ്ങ് നിർത്തി. എൻ്റെ പൊന്നേ, ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്തതാണ്, പക്ഷേ ഇത് പക്കായിട്ട് വരാറേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നിർത്തി, എന്നെക്കൊണ്ട് പറ്റുന്ന കേസല്ലാന്ന്. അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചു. പിന്നെ നമ്മളുടെ റെഡിമെയ്ഡ് ബാറ്റർ ഇറങ്ങിയ കാലം തൊട്ട് ഞാനതങ്ങനെ പയറ്റും. നല്ല ദോശയും ഇഡ്ഡലിയും അതാകുമ്പോൾ ഒന്നും നോക്കണ്ട, കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇന്നെന്തായാലും ബാറ്റർ പൊങ്ങി വന്നപ്പം ഞാൻ ഹാപ്പി ആയിട്ടോ. എന്തോ വലിയൊരു കാര്യം കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായിട്ടൊന്നും വിട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ വരാറുണ്ടോ? എനിക്കിത് കറക്റ്റ് ഓർമ്മയില്ല, കാരണം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറച്ചായി ഞാൻ. അപ്പോൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ വരാറുണ്ടായിരുന്നോ അറിയില്ല. കുറച്ചിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ആക്കിയതാണ്, എന്നാലും എന്താ സംഭവിച്ചതെന്നറിയില്ല. പിന്നെ ഞാൻ ഇതിലേക്കൊരു ചട്നി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും പച്ചമുളകും മാത്രം അരച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. സാധാരണ ഞാൻ ഇതിനകത്ത് തൈരോ അല്ലെങ്കിൽ കുറച്ച് പാലോ ഒഴിക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് രണ്ടും ഇരിപ്പില്ല. അപ്പം ഞാൻ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉപ്പും എരിവും ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തൈരും പാലും ഒന്നും ഒഴിക്കാത്തതിൻ്റെ ഒരു കുറവ് അതിന് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ദിനുചേട്ടൻ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ കിച്ചണിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എൻ്റെ ഫേസ് ഇങ്ങനെ ചെറുതായിട്ട് ഡള്ളായിട്ട് ഇരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, +2 കുറച്ച് ഗേൾസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാലിക്കറ്റ് ഒരു മാളിൽ കൂടിയായിരുന്നു. ഞങ്ങൾ ചെറിയൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് യാത്രയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും പിറ്റേ ദിവസം എനിക്കൊരു ക്ഷീണം, രാവിലെ മാത്രം. പിന്നെ ഞാൻ ഓക്കെ ആയി. എന്തോ ഒരു ക്ഷീണം പോലെ തോന്നിയായിരുന്നു. രാവിലെ എണീറ്റപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, വ്ളോഗ് എടുക്കണോ വേണ്ടേ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു പറ്റുന്നിടത്തോളം എടുക്കാം, ഓക്കെ ആവുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. രണ്ടും കൽപ്പിച്ച് ഇത് കംപ്ലീറ്റ് ആക്കും
എന്നൊരു മൂഡൊന്നും ഇല്ലായിരുന്നു, എനിക്കൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലെങ്കിലും ഡെയിലി മോർണിംഗിൽ ഞാനിങ്ങനെ നോക്കുമ്പം എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പം എന്തോ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ, ഒരു സന്തോഷം. ചില കമൻസൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര കെയറിങ് ആയിട്ട് തോന്നും കേട്ടോ. ഇപ്പോൾ എനിക്കൊരു പുതിയൊരു ഫാമിലി ഉണ്ടായ പോലെ ഒരു ഫീലാണേ. നിങ്ങൾ കമൻറ്റിലൂടെ തരുന്ന ഓരോ വാക്കുകളും എനിക്ക് തരുന്ന മെൻ്റൽ സപ്പോർട്ട് എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. ചാ